ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൺ. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഗാഠിയ ആണ്. ഇതിന് നമ്മുടെ കോഴിക്കോട് ഭാഗത്തൊക്കെ കാട്ടി എന്നാണ് പറയാറ്. അപ്പോൾ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. പിന്നെ നമുക്ക് കുറച്ച് ദിവസം അത് കേടുകൂടാതെ സൂക്ഷിക്കാനും പറ്റും. അപ്പോൾ ഒരു ചായയുടെ കൂടെയൊക്കെ നമുക്ക് വൈകിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആട്ടോ. പക്ഷേ ഇതിൻ്റെ ഉണ്ടാക്കുന്ന അച്ച് വേണമെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നൂൽപുട്ടിൻ്റെ അച്ച് വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു ഇതാണ് ഇതിനിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമുക്ക് നോക്കാം. അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓളും കൂടെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷനും പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് കടലപ്പൊടിയാണ്. ഇപ്പോൾ ഇതുപോലെ ഇത് 1/2 കപ്പിൻ്റെ പാത്രമാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അതായത് 1 കപ്പ് കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതുപോലെ തന്നെ ഒരു നുള്ളി കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണ് മതിയാവും കേട്ടോ, കൂടുതലായി പോകരുത്. ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ കായം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കുക. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി വേണമെങ്കിലും ഒഴിവാക്കുക കേട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അല്ലെങ്കിൽ ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിലിപ്പം നല്ല കളറുള്ള കടലപ്പൊടി ആണെങ്കിൽ അതിൽ മഞ്ഞൾപ്പൊടി ചേർക്കണമെന്നില്ല കേട്ടോ. ഇത് കടലപ്പൊടി കളറ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ മഞ്ഞൾപ്പൊടി ചേർത്തത്. പിന്നെ ഇപ്പോൾ ഞാൻ പാലൊഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത് ഇത്. അപ്പോൾ പാലൊഴിച്ചാൽ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി. കാരണം ഞാൻ മുമ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് പാല് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചുണ്ടാക്കുക. വെള്ളം, ഉപ്പ് അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. മഞ്ഞൾപ്പൊടി, കായം, പാല് എല്ലാം ഓപ്ഷണലാണ്. ഉണ്ടെങ്കിൽ മാത്രം അത് ചേർത്ത് ഉണ്ടാക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ ആക്കിയിട്ട് നിങ്ങൾ 10 മിനിറ്റ് മാറ്റി വെക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആയി വരും. അപ്പോൾ ഞാനിത് ഇപ്പം തന്നെ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിൽ കുറച്ചുകൂടെ പൊടി ചേർത്ത് ഒന്നുകൂടെ തിക്കാക്കി എടുക്കുന്നുണ്ട്. കണ്ടോ, ഈ ഒരു പാകത്തിന് സ്പൂണിൽ നിന്ന് പെട്ടെന്ന് വിട്ട് വരാത്ത ഒരു പാകത്തിനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് വേഗം ഇത് കുഴച്ചെടുത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ ഗാഠിയ. കണ്ടോ, ഇങ്ങനത്തെ ഒരു പാകത്തിനാക്കി എടുക്കുക കേട്ടോ. നിങ്ങൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ അതൊന്ന് ടൈറ്റായി വരും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഉണ്ടാക്കാം. ഞാനിതാ നൂൽപുട്ട് ഉണ്ടാക്കുന്ന ഇതുപോലത്തെ ഒരു പാത്രം സേവനായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ ഒരു അച്ചാണ് നമുക്ക് വേണ്ടത്. എല്ലാ ഭാഗത്തും ഇങ്ങനെ കട്ടിങ് വരുന്ന അച്ചുണ്ടാവും. അപ്പോൾ ഇത് വാങ്ങിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അതിൻ്റെ കൂടെ പല ഷേപ്പിലുള്ള അച്ചുകൾ കിട്ടും. മുറുക്കിൻ്റെയും അതുപോലെ ഗാഠിയ, റിബൺ, അതിൻ്റെ എല്ലാത്തിൻ്റെയും അച്ചുകൾ വേറെ വേറെ കിട്ടാറുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നല്ല പോലെ ഒന്ന് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ച മാവ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എടുത്ത 1 കപ്പ് മാവ് അത് ഇതിൽ ഒരു തവണ കയറാനുള്ള മാവേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം ഞാനിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കട്ടെ. ഇനി ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ എണ്ണ ചൂടാവാൻ വേണ്ടി വെക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, എണ്ണ അധികം അങ്ങോട്ട് ചൂടായി പോകരുത്. കുറച്ച് ചൂടായാൽ മതി. അതിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. കാരണം നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടാൽ ഇത് ഇടുന്ന പാടന്നെ കരിഞ്ഞു പോവും. അപ്പോൾ ഇതാ ചെറിയ തീയാണിപ്പോൾ, എണ്ണ ചൂടായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇടുമ്പോൾ ശ്രദ്ധിക്കുക, അത് ഒട്ടിപ്പിടിച്ച് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കഴിയുന്നതും നീളത്തിലാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ അത് ഒന്നിച്ചിങ്ങനെ ഒരു ഭാഗത്ത് തന്നെ നമ്മൾ പിഴിഞ്ഞു കൊടുക്കുമ്പോൾ അത് കട്ടയായിട്ട് വരും. അപ്പോൾ ഉള്ളിലെ ഭാഗമൊക്കെ കുക്കായി കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ നമ്മൾ കുറേ സമയം വെക്കണം. അപ്പോൾ അതിൻ്റെ കളറും മാറിപ്പോവും. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇട്ട് മറിച്ച് കൊടുക്കുക. ചെറിയ തീയിലായിട്ട് വേണം കേട്ടോ ഇത് കുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ അത് ഞാൻ വീണ്ടും പറയാണ്. അപ്പം നമ്മുടെ ഗാഠിയ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 ഭാഗം ഇത് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിനൊരു സ്പൈസി ആയി കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ പച്ചമുളക് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക കേട്ടോ. പക്ഷേ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഫ്ലേവറും ടേസ്റ്റും നല്ലതായിരിക്കും. ഈ ഗാഠിയയുടെ ഒപ്പം ആ പച്ചമുളകും കറിവേപ്പിലയും കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്.
അപ്പോൾ അതിന് വേണ്ടി ചേർത്ത് കൊടുത്തതാണ്. ഇതും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കുക. അപ്പോൾ ഇതെല്ലാം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്കിതിൽ നിന്ന് കോരി മാറ്റാനുള്ള സമയമായിട്ടുണ്ട്. കാരണം കൂടുതൽ സമയം നമ്മൾ ഇട്ട് വെച്ചാൽ ഇതെല്ലാം കൂടെ ഒരു ഓറഞ്ച് കളറിലേക്ക് വരും. അപ്പോൾ അത് നമുക്ക് വേണ്ട, നമുക്ക് ഈ ഒരു പാകത്തിന് തന്നെ കിട്ടിയാൽ മതി, ഒരുപാട് വെന്ത് പോകരുത്. അപ്പോൾ ഞാൻ ഈ എണ്ണയിൽ നിന്ന് ഇതൊക്കെ കോരി മാറ്റുകയാണ്. കട്ടിയ എല്ലാം തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ വലുതായിരിക്കുന്ന ഭാഗമൊക്കെ ഇതുപോലെ ഒന്ന് കൈ വെച്ചൊന്ന് പൊടിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടെ അങ്ങോട്ട് നന്നായി പൊടിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ കൈ വെച്ച് കൊടുത്താൽ തന്നെ അതൊക്കെ പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മുടെ ഗാട്ടിയ പാപ്പടി ഇവിടെ റെഡി ആയിട്ടുണ്ട്, അഥവാ നമ്മളെ കാട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെന്നെ കണ്ടല്ലോ എത്ര ഈസി ആയിട്ട് ഞാനിത് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൻ.